കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ബി.ജെ.പിക്ക് അത് അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെയൊക്കെ നിമിഷമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അത് പരാമർശിക്കുന്നത് കണ്ടു. പക്ഷേ അതിന് പിന്നാലെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ആകെ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. ഏതായാലും സംഘർഷത്തിന് ഒരു കുറവുമില്ല, അല്ലെങ്കിൽ ആ വിവാദത്തിന് ഒട്ടും അയവ് വന്നിട്ടില്ല. കൗൺസിലർമാരെ സത്യപ്രതിജ്ഞ വിവാദത്തിനിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ സംഘർഷമുണ്ടായി എന്ന് മേയർ വി രാജേഷിനെ LDF കൗൺസിലർമാർ തടഞ്ഞതോടെ അത് കയ്യാങ്കളിയിലെത്തി. 3 വനിതാ LDF കൗൺസിലർമാർക്കും വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. മേയർക്കും പരിക്കേറ്റിട്ടുണ്ട്. ബലം പ്രയോഗിച്ചുള്ള സമരം അംഗീകരിക്കില്ലെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ആദ്യം മേയറുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് LDF ആരോപിച്ചത്. ചെറിയ രൂപത്തിലുള്ള ആക്രമണമല്ലല്ലോ, വളരെ പ്ലാൻഡ് ആയിട്ടുള്ളതല്ലേ. യഥാർത്ഥത്തിൽ ഒരു ബാക്ക് ഡോറുണ്ട്, ആ ബാക്ക് ഡോറിലൂടെ മേയർക്ക് കടന്നു പോകാം, യാതൊരു പ്രശ്നമില്ല. മറിച്ച് സത്യഗ്രഹികൾ ഇരിക്കുന്നതായിട്ടുള്ള ആ വാതിലിലൂടെ തന്നെ കടന്നു പോകാനാണ് ശ്രമിക്കുന്നത്. കടന്നു പോകാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അവരോട് മാറിത്തരാൻ പറയുകയല്ല ചെയ്യുന്നത്, അവർ എല്ലാവരും കൂടെ ചവിട്ടി തൊഴുകയാണ്. 3 വനിതകൾ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിലല്ല പോയിരിക്കുന്നത്. അവർക്ക് നടക്കാൻ വയ്യ. കുറച്ച് നേരം കൂടെ, ഒരുപക്ഷെ 5-10 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ മരണപ്പെടുക ഉണ്ടാകുമായിരുന്നു. ശ്വാസം മുട്ടിയും കാല് തകർന്നു ഒക്കെ തന്നെ. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഗുഡ് ഈവനിങ്. ആകെ കുളമായോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങൾ? മേയർക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്, വനിതാ കൗൺസിലർമാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കയ്യാങ്കളിയിൽ. ഏതായാലും നമ്മൾ സാധാരണ ഈ കൗൺസിൽ യോഗത്തിനിടെയൊക്കെ വലിയ രീതിയിലുള്ള ബഹളമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയൊരു സംഘർഷം പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ആരോഗ്യനില? വിനിത, ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും അങ്ങനെയൊന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ഒരു കൗൺസിലറുടെ പേരിൽ നടന്നു വരുന്ന സമരം അതിന്ന് വലിയ രീതിയിൽ അക്രമാസക്തമാകുന്നു, സംഘർഷഭരിതമാകുന്നു. നമ്മളിന്ന് കണ്ടതാണ്, മേയറെ ചേംബറിലേക്ക് കയറ്റാതെ LDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം പിന്നീട് BJP കൗൺസിലർമാരും LDF കൗൺസിലർമാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ മേയർ വി രാജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ കാലിന് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞു. കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡെപ്യൂട്ടി മേയർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 12 കൗൺസിലർമാർക്ക്, തങ്ങളുടെ കൗൺസിലർമാർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് BJP പറയുന്നത്. അതേസമയം തന്നെ തങ്ങളുടെ 6 കൗൺസിലർമാർക്ക്, അതിലൊരാളുടെ തലയിൽ 4 സ്റ്റിച്ചുകൾ വരെയുണ്ട്. കാട്ടായിക്കോണം കൗൺസിലർ സിന്ധുവിൻ്റെ തലയിൽ 4 സ്റ്റിച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് LDF പറയുന്നത്.